ഹായ് ഫ്രണ്ട്സ്, ഇന്നേ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബേക്കറി പലഹാരമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മൈസൂർ പാക്കാണ് ഇന്നത്തെ ഐറ്റം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എരിവും പുളിയൊക്കെ ഉള്ള ഐറ്റംസ് അല്ലേ കാണിക്കുന്നത്. ഇന്നൊരു മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ മൈസൂർ പാക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ലക്ഷ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്കതിലേക്ക് വേണ്ടത് 1 കപ്പ് കടലപ്പൊടി, 1 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 കപ്പ് വെള്ളം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും, പിന്നെ 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു കടലപ്പൊടി ഒന്ന് ഇതേപോലെ തരിച്ചെടുക്കാൻ പോവാണ്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് തരിച്ചെടുക്കുന്നത്. ഫുഡ് കളർ ഉണ്ട്, അത് ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഈ കടലപ്പൊടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ തന്നെ പാനിലിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് നേരം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് കടലപ്പൊടിന് നല്ലൊരു മണം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്തിന് നമ്മൾ മൈസൂർ പാക്കിൻ്റെ ആ ഒരു മാവ് ഒഴിക്കാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ള, മൈക്രോവേവിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് ടംബ്ലറോ സ്റ്റീൽ പാത്രമോ എന്ത് വേണമെങ്കിലും എടുക്കാം. ചതുര ഷേപ്പിലാവുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് ഫോട്ടോ ആയിട്ടൊന്നും എടുക്കില്ല എന്നുണ്ടെങ്കിൽ സാധാ പാത്ര ഷേപ്പായാലും മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പഞ്ചസാര ഒന്ന് ഉരുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഈ പഞ്ചസാര ഒന്ന് തിളച്ച് പാകമായിട്ട് വരണം. എല്ലാം അലിഞ്ഞ് ചേർന്ന് ഒരു നൂൽ പരുവത്തിലായി വരണം. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് ഈ അടുപ്പത്ത് തന്നെ വെച്ചെടുക്കാം. നമുക്ക് 2 ബർണറും വേണം കേട്ടോ ആ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആദ്യം ഞാൻ ചെറുതിലാണ് വെച്ചത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണ വരെ ചെറുതിനകത്ത് തന്നെ വെക്കട്ടെ. അപ്പോൾ അതാ പഞ്ചസാര തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വലിയ ബർണറിലേക്ക് മാറ്റിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ആ ചെറിയ ബർണറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി സെറ്റ് ആവാനുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ചൂടോടെ തന്നെ അവിടെ വെക്കണം. അത് ഓഫ് ചെയ്യാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ ആ ബർണറിൽ തന്നെ വെക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 ബർണർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മൾ പഞ്ചസാര ആയോ എന്നുള്ളതും നോക്കണം. പഞ്ചസാര ഒരു നൂൽ പരുവത്തിലായി കിട്ടണം നമുക്ക്. അതിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെയ്യും ഒക്കെ ഒന്ന് ഉരുക്കി ഓയിലുമായിട്ട് മിക്സായി റെഡി ആയിട്ട് അത് ചൂടായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി ചൂട് വല്ലാതെ കൂടി പോകും തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ വലിയ ബർണറിൽ തീ ഒന്ന് കുറച്ചിട്ടാണുള്ളത്. തീ കൂട്ടരുത്, തീ കുറച്ച് തന്നെ വെക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ബേസൻ പൗഡർ അല്ലെങ്കിൽ കടലപ്പൊടി ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ കടലപ്പൊടി ഞാനിവിടെ ഒരു പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടാനും എളുപ്പമാണ്. ഇവിടെ പഞ്ചസാര ഇതാ അതേപോലെ തിളച്ച് നല്ല റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം പാനിയായിട്ട് നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ അറിയാം. ശരിക്കും തൊട്ട് നോക്കിയിട്ട് തന്നെ അത് കറക്റ്റാക്കി എടുക്കണേ. വെറുതെ കയ്യിലോണ്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. തൊട്ട് നോക്കി കറക്റ്റാക്കി എടുക്കുക. അപ്പോൾ ആ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ചായിട്ട് കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കടലപ്പൊടി ഇട്ട് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് എടുക്കണം. നല്ല ഫുള്ളായിട്ട് കടലപ്പൊടി ആ പഞ്ചസാര പാനിയിൽ മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
അതേപോലെ നന്നായി ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കൂട്ടാൻ വേണ്ട, കുറയ്ക്കാൻ വേണ്ട. ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അധികം അടി പിടിക്കുന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ പഞ്ചസാര പാനിയായിട്ട് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഫുള്ളായിട്ട് കുറച്ച് ബബിളൊക്കെ കാണാനൊന്നും പ്രശ്നമാക്കണ്ട, ഫുള്ളായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി എടുത്താൽ കുറച്ചും കൂടി ഒരു കളറ് കിട്ടും കേട്ടോ. ഫുഡ് കളറാണ് ശരിക്കും കളർ കിട്ടും. നമ്മൾ മഞ്ഞൾപ്പൊടി കുറഞ്ഞാൽ അതിനനുസരിച്ച് മൈസൂർ പാക്കിൻ്റെ കളറും കുറഞ്ഞു പോകും. പിന്നെ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഓയിലും നെയ്യും കൂടിയുള്ള ആ ഒരു മിക്സ്ചർ ഇതേപോലെ ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യട്ടെ. അതിനുവേണ്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ നമ്മുടെ അകത്തുള്ള എല്ലാ ആ മിക്സ്ചറിൽ നിന്ന് മാക്സിമം എമൗണ്ട് ഇതിനകത്തേക്ക് 2 സ്പൂൺ വീതം ഒഴിച്ച് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരു 5 മിനിറ്റോളം അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളിവിടെ ഹാർഡായിട്ടുള്ള മൈസൂർ പാക്കാണ് ഉണ്ടാക്കുന്നത്. ഈ മൈസൂർ പാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് നേരം ആക്കിയതിന് ശേഷം ഇതേപോലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള മൈസൂർ പാക്കാണ് കിട്ടുക. അപ്പോൾ ഇതേമാതിരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മാക്സിമം സൈഡിലേക്ക് ആക്കിയാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. മൈസൂർ പാക്കിന് മാക്സിമം ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഇതേപോലെ സൈഡിലോട്ട് ആക്കി കൊടുക്കാം. അല്ല കൂടുതൽ മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഇതേപോലെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. മൈസൂർ പാക്ക് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് സ്റ്റിഫായി പോകും. പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിലാണെങ്കിൽ നമുക്ക് ഇത്ര സോഫ്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. തിരിച്ചും ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 1 മണിക്കൂർ നേരം കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി കിട്ടും. കട്ട് ചെയ്യുമ്പോൾ ആക്രാന്തം കട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടി പോകട്ടോ. അതുകൊണ്ട് പതുക്കെ സോഫ്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പതുക്കെ അടർത്തിയെടുക്കാം. ഭയങ്കര സ്റ്റിഫൊന്നും അല്ല, സോഫ്റ്റ് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് സ്റ്റിഫായിട്ട് തോന്നുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഓവർ സോഫ്റ്റും അല്ല. മൈസൂർ പാക്ക് നമുക്കറിയാലോ കുറച്ചൊരു കട്ടി ഉണ്ടാവും. ആ ഒരു പാകത്തിലുള്ള മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഞ്ഞപ്പൊടി കുറവായ കളർ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവാത്ത, കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ നമുക്ക്. അപ്പോൾ ഈ മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ ഡെസ്റ്റിനി മനോജ് കുമാർ സൈനിങ് ഓഫ്.